കൊല്ലത്ത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. ഉമയനുള്ളൂർ പേരയം സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വീടാണ് അടിച്ചു തകർത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പേരയം സ്വദേശികളായ അനസ്, അജ്മൽ, ഷിഹാൻ, ദിൽഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. വർഷങ്ങൾക്ക് മുൻപ് ഷാഹുൽ ഹമീദിന്റെ മകനുമായുണ്ടായ പ്രശ്നത്തിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം. വൈകുന്നേരം 3:30-യോടെ പ്രതികൾ മാരകായുധങ്ങളുമായി വീട്ടിലെത്തി. മകൻ മുഹമ്മദ് ഷാഫിയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തു കടക്കുകയും ചെയ്തു. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാഫി പിൻവശത്തെ വാതിലിലൂടെ ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. മുഹമ്മദ് ഷാഫിയുടെ സഹോദരിയെ സംഘം മർദ്ദിച്ചതായും പരാതിയുണ്ട്. രണ്ട് ബൈക്കിനകത്തായിട്ട് വന്നിറങ്ങി ഞാൻ കതക് പിടിച്ച് ഇങ്ങനെ അടച്ച് ഒരു ലോക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവരൊന്ന് ചവിട്ടാൻ തുടങ്ങി. അപ്പം ചവിട്ടിയതിന് ശേഷം ബഹളം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരൻ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ സഹോദരനെ ഞാൻ ഇവർ കുത്തും, ഒരു കമ്പി കൊണ്ടുപോയി, എൻ്റെ കയ്യിലൊരു കമ്പിയും തടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കുത്തി കൊല്ലുമെന്നും പറഞ്ഞാൽ വന്നത്. ഈ ബഹളം കേട്ടിക്ക അടുക്കള വശം വഴി ഇറങ്ങി രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രതിരോധിച്ച് നിന്നെങ്കിലും ഇവർ ജനലെല്ലാം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഈ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി ഇക്കാര്യത്തിരക്കിയപ്പോൾ കണ്ടില്ല. ആ ദേഷ്യത്തിന് എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു അടിച്ച് ഒരുപാട് ചീത്ത വിളിച്ചു. എന്നെ ഉമ്മായി, ഞാനും ഉമ്മായി എന്നെ 5-5.5 വയസ്സുള്ള കയറി വന്നു. മുടിക്ക് കുത്തിപ്പിടിച്ച് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതിന് മുടിക്ക് പിടിച്ചു. അതിനുശേഷം എൻ്റെ നൈറ്റ് ഇങ്ങനെ ഇട്ടിരുന്ന ഒരു കഴുത്തിക്കട മാല ഇങ്ങനെ അങ്ങ് താഴോട്ട് വീണി. എൻ്റെ നൈറ്റ് കീറി. അതിനുശേഷം എന്നെ പിടിച്ച് തള്ളി അങ്ങോട്ടങ്ങ് ഇട്ട്. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി. ഈ സമയം അക്രമികൾ പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിച്ചു. ഉദ്യോഗസ്ഥർ ചാത്തന്നൂർ ASP വിവരമറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയം CA അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിനാസ്പദമായ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ നേരത്തെയും മുഹമ്മദ് ഷാഫിയെ ആക്രമിച്ചതായി വിവരമുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.